ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ അവിടെ കുറച്ച് മീനെടുത്ത് വെച്ചിട്ടുണ്ട്. അത് അയക്കൂറൻ്റെ പീസുകളാണ്. അതെന്തിനാ വെച്ചാൽ നമുക്ക് കുറച്ച് ബട്ടർ ഗാർലിക് ഫിഷ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് അയക്കൂറ അല്ലെങ്കിൽ മറ്റേതുണ്ടല്ലോ, നമ്മളെ നെയ്മീൻ ഉണ്ടല്ലോ, അതായാലും മതി. അപ്പോൾ അതിന് നമുക്ക് മുള്ളില്ലാണ്ട് എടുത്താൽ മതി. ഇതിന് കുറച്ച് മുള്ളുണ്ട്, പക്ഷെ എന്നാലും ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് പരത്തിയിട്ട് അവിടെ വെക്കുക. ചെറുനാരങ്ങൻ്റെ നീര്, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി. ഇത് ഞാൻ അരച്ചെടുത്ത വെളുത്തുള്ളിയാണ്. ഇത് നന്നായി പരത്തിയിട്ട് നമുക്ക് കുറച്ചും കൂടെ എടുക്കാം. ഇനി ഇത് ഇവിടെ ചേർത്തിട്ടൊരു 10 മിനിറ്റ് നേരം വെച്ച് കൊടുക്കുക. ഈ വെളുത്തുള്ളിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഈ ഉപ്പും വെളുത്തുള്ളിയൊക്കെ അതുമ്മ പിടിച്ച് കിട്ടട്ടെ. ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വെച്ചേക്കാം. ഇതൊക്കെ പിടിച്ചാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അതൊക്കെ പിടിക്കട്ടെ. ഇനി നമുക്കിത് കുറച്ച് മൈദയിൽ മുക്കിയെടുക്കാം. ഒന്ന് കൊട്ടിയായി മൈദയിൽ. അപ്പം നല്ലോണം മുളകൊക്കെ പിടിച്ച് വന്നിട്ടോ. കുരുമുളകും ഇതൊക്കെ ഒരു 10-15 മിനിറ്റ് നേരം വെച്ച് കൊടുത്താൽ നന്നായി പിടിച്ച് വരും. എല്ലാം നമുക്ക് ഇതിൽ കോട്ട് ചെയ്തെടുക്കാം. പിന്നെ വെക്കേണ്ട ആവശ്യമില്ല. ഇത് എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിട്ടിട്ട് പൊരിച്ചെടുക്കാം. മുരിഞ്ഞിട്ട് അത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. ആവശ്യം മതി. ഇത് മുരിഞ്ഞാണ്. ഇതിൽ നമുക്കിത് എടുക്കാം. പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്ക് ബട്ടർ ഒന്ന് മെൽട്ടാട്ടെ. ഇത് മെൽറ്റ് ചെയ്ത ബട്ടർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അത് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. അതുപോലെ 2-3 പച്ചമുളക്. ഈ വെളുത്തുള്ളി നന്നായി മൂക്കി വയ്ക്കാം. വെളുത്തുള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ ഉണ്ട്. കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് വെക്കാം. അപ്പോൾ തന്നെ ഒരു നുള്ളു മഞ്ഞൾ ഇട്ട് വെക്കാം. കുറച്ച് മൈദ, ഒരു ടീസ്പൂൺ മൈദ അത്രയും വേണ്ടത്. കുറച്ച് മൈദ ഇടാം.
ഇതൊക്കെ നല്ലോണം നോക്കിയൊന്ന് ഇത് നമുക്ക് മീനുമലേക്ക് ഒഴിച്ച് കൊടുക്കാം. അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് മീനുമലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ഒരു ഉള്ളിട്ട് കൊടുക്കാനുണ്ട്. നിലവണിയൊന്നുമില്ല, ഇത് മണിക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാം. ഫിഷ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചേട്ടെ. കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചിട്ട് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ബൈ.